ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നൊരു മമ്മ ഡോട്ടർ കോമ്പിനേഷനിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കറക്റ്റ് കാണുന്നവർക്കറിയാം, ഒരു 2 years മുമ്പ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അന്ന് എനിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നെറ ബേബി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഇതിൻ്റെ ഒരു ബാലൻസ് മെറ്റീരിയൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മോക്ക് ഇതാ ഇതുപോലൊരു ചെറിയൊരു ഫ്രോക്ക് ചെയ്യാം. ചെറിയൊരു ഫ്രോക്കാണ് കേട്ടോ, ഒരു 1.5-2 വയസ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോക്കാണ്. ഇതുപോലെ ബാക്കിൽ സിപ്പൊക്കെ കൊടുത്ത് ഇതുപോലെ പ്ലേറ്റ് കൊടുത്തൊരു ചെറിയൊരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ചെയ്ത വർക്ക് ചെയ്യുന്ന ഇന്ന് മോക്ക് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള 3mm ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള നല്ല ഗ്ലാസ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. കട്ട് ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ള ഗോൾഡൻ കളർ. പിന്നെ നമുക്ക് ഇതുപോലെ സീക്വൻസ് വേണം. അപ്പം ഞാൻ ചെയ്ത സെയിം വർക്ക് തന്നെയാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ നോർമൽ സെയിം ത്രെഡ് ആണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണേ. അപ്പോൾ ഈ ചെറിയ കട്ട് ബീഡ്സും ഇതൊക്കെ കോർക്കാനായിട്ട് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യുന്ന ഇതുപോലെ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത് 3 മെറ്റീരിയലും വെച്ചിട്ട് അന്ന് ഞാൻ എനിക്ക് ചെയ്ത വർക്ക് തന്നെയാണ് കേട്ടോ മോക്ക് ചെയ്യുന്നത്. വർക്ക് എന്ന് പറയുമ്പോൾ സെൻറ്ററിലായിട്ടൊരു ഗോൾഡൻ ബീഡ് വെക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 6 കട്ട് ബീഡ് വെച്ചൊരു ഫ്ലവർ പോലെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് ഒരു കട്ട് ബീഡും ഒരു സീക്വൻസും വെക്കുന്നുണ്ട്. വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ചെയ്ത ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് മോക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ.
ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പം മമ്മ ഡോട്ടർ കോമ്പിനേഷനായിട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സെയിം നമ്മൾ ആ ഒരു സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ 2 നെക്കിലും സിമ്പിളായിട്ടേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം മോളുടെ ഫ്രോക്ക് സ്ലീവ്ലെസ് ആണ്, ഞാൻ 2 സ്ലീവിലും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ എല്ലാ യോക്കിലും ഫുള്ളും ഇതുപോലെ സ്പ്രെഡിങ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഒരു സീക്വൻസും ഒരു കട്ട് ബീഡും വെച്ച് യോക്ക് ഫുള്ളായിട്ടും സ്പ്രെഡിങ്ങും കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിരിക്കുന്നതും. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കളറിൽ നമുക്കിപ്പോൾ ഡാർക്ക് ഗ്രീനോ അതുപോലെ ബ്ലാക്കോ റെഡോ ഏതിൽ വന്നാലും നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും സീക്വൻസുമാണ് ഞാൻ ഫസ്റ്റ് വണ്ണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഞാൻ ഇതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടാൽ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 വർഷം മുമ്പ് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തൊരു മെറ്റീരിയൽ ആയിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ച് മെറ്റീരിയൽ നമ്മളിങ്ങനെ എടുത്ത സമയത്ത് ഇതിൻ്റെ ബാലൻസ് പീസ് ഞാൻ കണ്ടിട്ട് മോക്ക് കറക്റ്റ് ഒരു ഫ്രോക്കിനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്തതാണ്. 2 വർഷത്തിന് ശേഷം മോക്ക് ചെയ്യേണ്ടി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.